Good evening everyone. Today I am presenting you the story of the two businessmen. Two businessmen. They lived a basic life, worked in the same company, got the same salary. They were working to get a promotion. One worked hard and the other one thought luck would came to him. ഞാൻ പറയണം ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് വേറെ ജോബ് ഇൻ്റർവ്യൂവിന് പോകും. What is your name? What is your name? What is your name? My name is Deva. നിങ്ങൾ എങ്ങനെയാണ് ഇനി ഈ ജോബിനെ പറ്റി കേട്ടത്? ഞാൻ ഇന്ന് ന്യൂസ് പേപ്പർ നോക്കിയപ്പോൾ അത് കണ്ടാണ്. നിങ്ങൾ എന്തിനാണ് ഈ ജോബ് ചൂസ് ചെയ്ത്? എൻ്റെ അമ്മയൊക്കെ ഗുഡ്. How old are you? 27. Okay. എൻ്റെ റെസ്യൂമേ എൻ്റെ resume. Okay, good. You are hired. Okay, so you are hired. So I will email you some your work, and you can just check it and resend it to me. Okay. Same day. Huh? Where is your resume? This is my resume. Okay, very nice. You are hired. Thank you. He's hired. So I have given the same work to one of my colleagues. So you can just do the same work and resend it to me. Okay. Time in cheyyanam. Next week. See. വേണ്ട നിങ്ങൾ വർക്ക് ചെയ്യണ പോലെ ആക്ട് ചെയ്യും. ദിസ് വർക്ക് ഇസ് റിയലി ഹാർഡ്. ഒന്നെടുക്കാം. താങ്ക് യു. Excuse me, yeah? Is this your resume? Yeah. I don't think so. What's Can you wrong? explain this to me? I don't think you have made this resume. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ resume ആണോ? No. I stole it. Do you think you can go on with this resume in this company? No. If you want this job, you should have worked hard. I know. I'm sorry, you're fired. Get out. What happened is ഇതിപ്പോൾ ഒരു കമ്പനി ആയിരുന്നു. അതിൽ 2 വർക്കേഴ്സ് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദേവാങ് മെയ്ഡ് ഹിസ് ഓൺ റെസ്യൂമേ. അവൻ സ്വയം കഷ്ടപ്പെട്ട് റെസ്യൂമേ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു, വർക്ക് ചെയ്തു. പക്ഷേ അതേസമയം വേദാന്ത് എന്താ ചെയ്തെന്ന് വെച്ചാൽ വേറൊരാളുടെ റെസ്യൂമേ സ്റ്റോൾ ചെയ്തിട്ട് അതിൽ അവൻ്റെ പേര് എഴുതിയിട്ട് അവൻ സബ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. സോ അവർ രണ്ടുപേർക്കും വർക്ക് കിട്ടിയെങ്കിലും പിന്നീട് ഞാൻ ഇതിൻ്റെ ലൈക്ക് ബോസ് പോലെയായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചിട്ട് അവനെ കൺഫ്രണ്ട് ചെയ്യാണ് ചെയ്തത്. സോ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത ആളുടെ റെസ്യൂമേ എപ്പോഴായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഒരിക്കലും അത് പുറത്ത് വരും. എന്നായാലും അത് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് നമ്മളിതിൽ ജസ്റ്റ് ചെയ്യാൻ നോക്കിയത്. Good morning, students. Today we are going to talk about your ambition. Sanjay, what's your ambition? I want to become an IPS officer. What is your ambition? I want to become a logo pilot. What is your ambition? I want to become a basketball player. Start.
Your injuries have healed. You can continue playing. Sir, no dialogue. Let us welcome the world famous basketball player Hrithwik. First, this Hrithwik is the basketball player and teacher. He is the teacher. Then this is the student. I am the student who is supporting him. Somebody else is making fun of him. Yeah, he is making fun. He is the doctor. Giridhar is the doctor. Then Kada. ഒരു ദിവസം ഈ ടീച്ചർ വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു ഇങ്ങനെ എന്താണ് അംബീഷൻ എന്താണെന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ അംബീഷൻ പറഞ്ഞു. ഋത്വിക് പറഞ്ഞത് അവനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആവണമെന്നാണ്. അപ്പോൾ എല്ലാവരും അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടി അവൻ്റെ അടുത്ത് പോയിട്ട് അതൊന്നും കാര്യമില്ല, അങ്ങനെയൊന്നും വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സീനിൽ ഇവൻ ഋത്വിക്കും അവൻ്റെ ഫ്രണ്ട്സും ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ബാസ്കറ്റ്ബോൾ അവൻ്റെ കാലിൽ തട്ടിയിട്ട് അവൻ്റെ കാല് ഒന്ന് ഫ്രാക്ചർ എന്തോ ആയി. അപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ ഗിരിധർ ഡോക്ടർ വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇഞ്ചുറിയൊക്കെ ഏകദേശം ഹീലായി, അപ്പോൾ നിനക്കിനി ബാസ്കറ്റ്ബോൾ കളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവൻ കുറച്ച് ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഇവൻ നാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയി. എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവണം. നീ ഫുട്ബോൾ പ്ലെയർ ഒന്നും ആവണ്ട, നീ ഒരു IAS ഓഫീസർ ആയാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം. അമൽ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു. അടുത്ത ദിവസം അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫുട്ബോൾ കോച്ച് അവൻ്റെ കളി കണ്ട് അവൻ്റെ ഫുട്ബോളിനുള്ള താല്പര്യം കോച്ച് മനസ്സിലാക്കി. കോച്ച് അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനൊരു ഫുട്ബോൾ കോച്ചാണ്, ഞാൻ എനിക്ക് പരിശീലനം തന്നോട്ടെ? എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എൻ്റെ അപ്പ സമ്മതിക്കില്ല. സാർ, എൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കാം. ശരി, ഞാൻ സംസാരിക്കാം. നിങ്ങളുടെ മോന് നല്ല ടാലൻ്റ് ഉണ്ട്, നിങ്ങൾ അവനെ പരിശീലിപ്പിക്കാൻ വിടുമോ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ വന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അവനെ വിടാം. ശരി, ഓക്കെ, അപ്പം പ്രാക്ടീസ് കൊടുക്കാം.
അവൻ ഫുട്ബോൾ കോച്ചിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവനെ ഒരു മാച്ചിൽ ഉൾപ്പെടുത്തി. അവൻ അതിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അമലിൻ്റെ അച്ഛൻ അവനെ ഓർത്ത് വളരെ അഭിമാനപ്പെട്ടു. ഈ കഥയിൽ ഒരു കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ അവൻ്റെ അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല. അച്ഛന് വേറെ ആഗ്രഹമായിരുന്നു, അവനൊരു IAS ഓഫീസർ ആവണമെന്ന്. പക്ഷേ ഇവൻ കരഞ്ഞു, നല്ല സങ്കടം, വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോച്ച് അതുവഴി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് കോച്ച് അവൻ്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല പ്ലെയറാക്കി ഒരു മാച്ചിൽ ഉൾപ്പെടുത്തുന്നു. എന്നിട്ട് അവൻ്റെ ഗോളിലേക്ക് നയിക്കാനുള്ള ഒരു ഹാർഡ് വർക്ക് കോച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുട്ടി അതിന് മാത്രം ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഈ കുട്ടിയെ ഒരു മാച്ചിൽ കളിച്ച ഈ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തതും ആ കുട്ടിയാണ് ആ കളിയിൽ ജയിച്ചതും. അങ്ങനെയാണ് ഈ എയിം സക്സീഡ് ചെയ്തത്. We are team Strange Fighters. Here we are going to perform a skit about excellence. In the Good afternoon to all. We welcome you to the talent show. Today we have two wonderful singers in our show. First on stage is Riya. Okay. Next on stage is Lakshmi. What happened to your voice? എനിക്ക് തൊണ്ടവേദനയാണ്. Disqualified. in the backstage we have Riya and Lakshmi. They have come to perform their talents. They both sing very well, but Riya doesn't want Lakshmi to win. They both were good friends. Riya gives her cold juice so that she has some throat problems. That's all. So because of that she can't sing very well. That's all. And then judge disqualifies her, Lakshmi. Now in the backstage. I'm told I may have been a little bit hasty in disqualifying you. My fellow judges say that you are a very amazing singer, so I have decided to give you another chance. You can take 1 hour break, and after that After 1 hour Lakshmi comes again. Thank you. Okay, now Lakshmi, after 1 hour break, Lakshmi sings very well. So it's all about her excellence. പാർട്ടിസിപ്പൻസിനെ ഒരു ടാലൻറ്റ് ഷോയിലാണ് കാണിക്കണത്. അപ്പോൾ 2 പാർട്ടിസിപ്പൻസ് പേര് റിയ, ലക്ഷ്മി പറഞ്ഞിട്ടാണ്. അപ്പോൾ ലക്ഷ്മി കുറച്ചും കൂടി നല്ല സിംഗറാണ്. അപ്പോൾ റിയയ്ക്ക് ഫസ്റ്റ് കിട്ടണം പറഞ്ഞിട്ട് റിയ അവൾക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് അവളുടെ ത്രോട്ടിനെ കേടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇടയിൽ ലക്ഷ്മി അത് കുടിക്കും. എന്നിട്ട് ലക്ഷ്മിക്ക് ത്രോട്ടിന് പെയിനൊക്കെ ആവും. അപ്പോൾ ആദ്യം റിയ പോയി പാടും. അപ്പോൾ എല്ലാവരും നല്ല അപ്രീഷിയേറ്റ് ചെയ്യും. സെക്കൻഡ് ലക്ഷ്മി പോയി പാടുമ്പോൾ ലക്ഷ്മിക്ക് ത്രോട്ട് പെയിൻ കാരണം ശരിക്കും പാടാൻ പറ്റില്ല. അപ്പോൾ ജഡ്ജസ് ആദ്യം പറയും ഡിസ്ക്വാളിഫൈ ആണ് പറയും മെയിൻ ജഡ്ജ്. പിന്നെ 2 ജഡ്ജസ് പറയും അവൾ നല്ല സിംഗറാണ്, സോ ഒരു ചാൻസും കൂടി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ മെയിൻ ജഡ്ജ് പറയും ഓക്കെ ശരി എന്നാൽ ഒരു ചാൻസും കൂടി കൊടുക്കാം അങ്ങനെ പറയും. അപ്പോൾ ആഫ്റ്റർ 1 hour എനിക്ക് എല്ലാവരും മോട്ടിവേഷനൊക്കെ തന്ന് ലക്ഷ്മിക്ക് എല്ലാവരും മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് അവൾ വന്ന് നന്നായി പാടിയിട്ട് അങ്ങനെയാണ്. സോ ദിസ് ഈസ് എക്സലൻസ്.
പിടി എപ്പോഴാ പിടി ഞാൻ വരും. ആ നീയോ എന്തിനപ്പ എൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്നേ? ഞാൻ എന്താ വേണ്ടേ? പൈസയോ? നിനക്കറിയില്ല ഞാൻ ഇവിടെ വലിയ ബിസിനസ് ഗേൾ ആണെന്ന്. നീ എൻ്റെ വീട്ടിലൊക്കെ വന്നതിന് ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ ആലോചിക്കട്ടെ, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ ഞാൻ നീ ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ. ചായ അടിക്കട്ടെ, ചായ. ഇപ്പൊ എടുക്കാം. പ്രാവശ്യം ഇവരെങ്ങനെ പഠിച്ചു, എന്താ ഇപ്പം ചെയ്യാൻ? പാസ്സായോ ഫെയിലായോ ആർക്കറിയാം? ഇങ്ങനെ പഠിച്ച് ഒരു ദിവസം ഒരു IAS ഓഫീസറോ IFS ഓഫീസറോ വല്ലതുമായ ഈ മുഴുവൻ ഗ്രാമത്തിന് എന്തൊരു സന്തോഷമായിരിക്കും. ഇവരാണെങ്കിലോ അങ്ങനെ അവൻ പാസ്സായി IAS എക്സാം. എത്ര പ്രാവശ്യമായി? 3 പ്രാവശ്യം. ഫെയിലായി. എന്നാലും അവൻ എണീറ്റ് നിന്ന് പൊരുതി. എന്നിട്ട് അവൻ 4ാമത്തെ പ്രാവശ്യം പാസ്സായി. ഇനി നമ്മുടെ മുഴുവൻ ഗ്രാമത്തിന് എന്ത് സന്തോഷം